മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്തായിരിക്കുമെന്നറിയാൻ ആകാംക്ഷയുണ്ട്. കാരണം സമീപകാലത്തൊന്നും അവർ ഇത്രയേറെ കഷ്ടപ്പെട്ട് കാണില്ല. പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും നിലവിലെ അവസ്ഥക്ക് വലിയ മാറ്റമൊന്നുമില്ല. ടോപ്പ് 5 ലീഗിന് പുറത്തുള്ളവർ വരെ വന്ന് കൊട്ടിയിട്ട് പോകുന്ന ദയനീയമായ അവസ്ഥ. പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന ആസ്റ്റൺ വില്ലക്കെതിരായ മത്സരത്തിലും പെപ്പിന്റെ പടയാളികൾ അടിയറവ് വെക്കുകയായിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു സിറ്റിയുടെ പരാജയം. ആരിലാണ് സിറ്റി ഈ പരാജയങ്ങൾക്ക് പഴിച്ചുവെക്കേണ്ടത്? റോഡ്രിയുടെ പരിക്കാണോ സിറ്റിയുടെ പ്രശ്നം? അതോ പെപ്പിന്റെ ടാക്ടിക്സുകൾ പ്രീമിയർ ലീഗിൽ വില പോകാതെയായി തുടങ്ങിയ? മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരെ സംബന്ധിച്ച് ഇത് പുതിയൊരു അനുഭവമായിരിക്കും. തോൽവികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും തുടർച്ചയായി വരുന്ന മോശം റിസൾട്ടുകൾക്ക് റോഡ്രിയുടെ പരിക്കിനെ മാത്രം പഴിചാരാനാവുകയില്ല. പെപ്പിന്റെ ടാക്ടിക്സുകളും സബ്സ്റ്റിറ്റ്യൂഷനുകളും ഒന്നും തന്നെ ആർക്കു മുന്നിലും ചിലവാകുന്നില്ല. കൂടെ ഫോം ഔട്ടിന്റെ മൂർധന്യതയിൽ നിൽക്കുന്ന ഒരു പിടി താരങ്ങളും. കഴിഞ്ഞ 12 മത്സരങ്ങളിൽ നിന്നും ഒരു മത്സരത്തിൽ മാത്രമാണ് സിറ്റിക്ക് വിജയം കാണാൻ കഴിഞ്ഞത്. പണ്ടെങ്ങാണ്ടോ ഗോൾ കണ്ട ഗ്രീലിഷും തന്റെ പ്രതാപകാലത്തിന്റെ ഏഴായലത്തില്ലാത്ത ഡിബ്രൂയിനെയും ഫോമിലില്ലാത്ത ഹാലണ്ടും ഗുണ്ടോഗനും ഡിഫൻസ് നിരയുമടക്കം ഈ തോൽവികൾക്ക് സമാധാനം പറയേണ്ടവരാണ്. സിറ്റിയുടെ പഴയ ആ സ്പിരിറ്റ് തന്നെ നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നുന്നു. ഏത് വലിയ എതിർ ടീമിനെയും അവരുടെ പെനാൽറ്റി ബോക്സിനുള്ളിൽ നിർത്തി ചുറ്റും സിറ്റിയിലെ 11 പേരും നിരന്നു നിന്ന് ടാർഗറ്റിനെ ലക്ഷ്യം വെച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സിറ്റിക്ക്. അതെല്ലാം കഴിഞ്ഞുപോയ ചരിത്രം മാത്രം. ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതിലേക്കാണ് ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആസ്റ്റൺ വില്ല അടിച്ച 2 ഗോളുകളിലും എന്ത് നിഷ്പ്രയാസമായാണ് അവർ സിറ്റി ഡിഫൻസിനെ കടന്നുപോയത്. കഴിഞ്ഞ 12 മത്സരങ്ങളിൽ നിന്ന് മാത്രം സിറ്റി കൺസിഡർ ചെയ്തത് 27 ഗോളുകളാണ്. നിലവിൽ അൽവാരസിനെ പോലൊരു ബോക്സ് ടു ബോക്സ് സ്ട്രൈക്കർ ബാക്കപ്പായി സിറ്റിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഹാലണ്ടിന്റെ ഫോം പോരായ്മകളിൽ പരിഹാരം കണ്ടെത്താൻ സിറ്റിക്ക് കഴിഞ്ഞേനെ. എന്നാൽ അയാളുടെ നിലവാരത്തിനനുസരിച്ച് സ്വാതന്ത്ര്യം തേടിപ്പോയതിൽ കുറ്റം പറയാനാകില്ല. അന്ന് പെപ്പ് അയാളെ നിരുപാധികം തള്ളിക്കളഞ്ഞതും ടീമിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ചതുമെല്ലാം നീറിപ്പുകയുന്ന പെപ്പിന്റെ തലച്ചോറിനുള്ളിൽ കിടന്ന് പുളയുന്നുണ്ടാവും. ഇനി റോഡ്രി തിരിച്ചു വരികയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും അയാൾക്ക് ഒറ്റയ്ക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? റോഡ്രിയുടെ ടാറ്റിക്സ് വലുതു തന്നെയാണ്. റോഡ്രി കളിച്ച 108 മത്സരങ്ങളിൽ 9 മത്സരങ്ങൾ മാത്രമേ സിറ്റി പരാജയപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതിരുന്ന 12 കളികളിൽ 9 സിറ്റി തോൽവി അറിഞ്ഞിരുന്നു. എന്നാലും ഒരാളുടെ തിരിച്ചുവരവ് കൊണ്ട് മാത്രം ശരിയാകുന്ന പ്രശ്നങ്ങളല്ല നിലവിൽ സിറ്റിയിലുള്ളത്. അടിമുടി മാറ്റങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ചിലരുടെ പുറത്തേക്കുള്ള വഴികളെല്ലാം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അടുത്ത വരാനിരിക്കുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെയാണ് സിറ്റി കണ്ണുവെക്കുന്നതും. തലയും മുഖവും മാന്തിപ്പൊളിക്കുന്ന പെപ്പിനെ ആ മുറിവുണങ്ങുന്നതിന് മുമ്പേ അതിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയട്ടെ.